രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച നിർഭയ നിശ പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റനീഷ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അധ്യക്ഷത വഹിച്ചു. രാത്രി 9 മുതൽ പുലർച്ചെ 5 വരെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നതാണ് സംസ്ഥാന പോലീസിന്റെ നിർഭയ നിശ പദ്ധതി. ഇതിനായി പ്രത്യേകം പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലെ പോലീസ് പട്രോളിംഗിൽ ഇവർ പങ്കാളികളാകും. കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന സ്ത്രീകളുടെ പരാതികളും ഇവർ കൈകാര്യം ചെയ്യും. പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിൻഷ ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്രമായി സമാധാനത്തോടെ സന്തോഷത്തോടെ നടക്കാൻ നമ്മൾക്കും ഒരു രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ നടക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. SP മാഡത്തിന് പേഴ്സണലി ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇപ്പോൾ ഞാൻ ചെയർപേഴ്സണായി വന്നിട്ട് 3 മാസമായുള്ളൂ. ഇദ്ദേഹം SP ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ബീങ് എ പ്രൗഡ് ലേഡി ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും നമ്മളൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ പറയാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അത് വളരെ വ്യക്തമാണ്. അപ്പോ എന്നെ പോലുള്ള ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലുള്ള ഓഫീസേഴ്സ് ആണ്, പ്രത്യേകിച്ച് ലേഡി ഓഫീസേഴ്സ് ആണ് ഞങ്ങളുടെ ഒരു കരുത്ത്, സ്ട്രെങ്ത്. സോ ആദ്യമേ അതിന് ഇങ്ങനെ ഒരു അവസരം നൽകിയ ഈ ടീമിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ തുടർന്നും ഞങ്ങൾക്ക് ഒരുപാട് സജഷൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ചേർന്നിട്ടുള്ള എല്ലാവരും കൂടെ ഇതുപോലെ തന്നെ ഇനി എല്ലാ ദിവസങ്ങളും നടക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അധ്യക്ഷത വഹിച്ചു. അപ്പൊ ഇത് പർട്ടിക്കുലർലി നൈറ്റ് ടൈം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും രാത്രിയിൽ ഇറങ്ങുന്നതിൽ നമ്മൾ ഒരു 100 വട്ടം ചിന്തിക്കുന്നത്. രാവിലെ പുറത്തിറങ്ങുമ്പോൾ പോലും നമ്മൾ ഈ പറഞ്ഞതുപോലെ 1000 വട്ടം ഒരു 10 നമ്മളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഇറങ്ങാറ്. രാവിലെ എവിടെ പോകണം, എങ്ങനെ തിരിച്ചെത്തും, ഏത് സമയത്ത് തിരിച്ചെത്തും, ഇതെല്ലാം നമ്മളൊരു എനിക്ക് തോന്നുന്നു നമ്മളൊരു സൈഡ് റോഡിൽ കൂടെ നടക്കുമ്പോൾ പോലും നമ്മളുടെ കണ്ണൊരു 100 സ്ഥലങ്ങളിലാണ് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം അതാണ് നമ്മളുടെ സ്ത്രീകൾ ഇവിടെ പബ്ലിക് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ. അപ്പൊ അതിലൊരു വ്യത്യാസം വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും മലപ്പുറത്തും 10 പേരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് രാത്രിയിലുള്ള പെട്രോളിംഗില് നമ്മുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ആ പോൾ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ കൺട്രോൾ റൂമിലോട്ട് അലേർട്ട് പോകുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അതെനിക്കൊന്ന് ഓൾറെഡി തിരുവനന്തപുരത്തൊക്കെ ഓൾറെഡി പല സ്ഥലങ്ങളിലും ഇപ്പം ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഓൾറെഡി അത് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിന്റെ കീഴിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഞ്ചേരി നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ്, ഡിവൈഎസ്പിമാരായ NO സുബി, അബ്ദുൾ ബഷീർ, വാർഡ് കൗൺസിലർ നജ്മ സബീർ, ശിശു സംരക്ഷണ ഓഫീസർ ഷാജിദ ആച്ചശ്ശേരി, വനിതാ സെൽ ഇൻസ്പെക്ടർ സുബക, പോലീസ് അസോസിയേഷൻ സെക്രട്ടറി റുബീന, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷബ്ന ഹസ്കർ എന്നിവർ സംസാരിച്ചു. സേനയുടെ എമർജൻസി റെസ്പോൺസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം, പോൾ ആപ്പിലെ SOS ബട്ടൺ, 112 ഹെൽപ്പ് ലൈൻ, ജില്ലാ കൺട്രോൾ റൂമുകൾ, ഹൈവേ പട്രോൾ, പിങ്ക് പട്രോൾ വാഹനങ്ങൾ എന്നിങ്ങനെ വിവിധ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്ത്രീകൾ കൂടുതൽ യാത്ര ചെയ്യുന്ന തിരക്കുള്ള സ്ഥലങ്ങളിൽ AI ക്യാമറകൾ സ്ഥാപിക്കും. അപകട വിവരങ്ങൾ അറിയാനുള്ള അലാറം, കുറ്റവാളികളെ തിരിച്ചറിയാനുള്ള സംവിധാനം എന്നീ സൗകര്യമുള്ള നിർഭയ നിശ സേഫ്റ്റി പോളുകൾ സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മലപ്പുറം നഗരത്തിൽ സ്ത്രീകളുടെ രാത്രി നടത്തവും സംഘടിപ്പിച്ചു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.